സരിനും ശോഭന ജോർജും വർഗവഞ്ചകരാണോ? CPM നേതാക്കളുടെ വിമർശനത്തിന് ഐഷ പോറ്റിയുടെ മറുപടി. വർഗവഞ്ചക എന്ന് വിളിക്കുന്നവർ മറ്റ് പാർട്ടിയിൽ നിന്ന് CPMലേക്ക് വന്ന സരിൻ്റെയും ശോഭന ജോർജിൻ്റെയും കാര്യം ഓർക്കണമെന്ന് കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി. CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ഐഷ പോറ്റി. പാർട്ടി വിട്ട ഐഷ പോറ്റിയെ CPM നേതാവും മന്ത്രിയുമായ VN വാസവനും മുൻ മന്ത്രിമാരായ തോമസ് ഐസക്കും J മേഴ്സിക്കുട്ടിയമ്മയും വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അവരുടെ പ്രതികരണം. കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തനിക്ക് എല്ലാം തന്നെന്നു പറഞ്ഞ പാർട്ടി ഇന്നില്ലെന്നും ഐഷ പോറ്റി പറഞ്ഞു. പാർട്ടി സ്ഥാനങ്ങൾ തന്നാൽ മാത്രം പോരാ, നല്ല അഭിപ്രായം നേടണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നും കേരള പ്രദേശ് ഗാന്ധി ദർശൻ പരിപാടിയിലെ വേദിയിൽ ഐഷ പോറ്റി പറഞ്ഞു. വർഗവഞ്ചനയാണ് ഐഷ പോറ്റി ചെയ്തതെന്നും സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി എങ്ങനെ മനുഷ്യനെ വഷളാക്കുമോ അതാണ് അവർ കാണിച്ചിരിക്കുന്നതെന്നായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ വിമർശനം. ഐഷ പോറ്റി വർഗവഞ്ചകയാണ് എന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. CPM ആണ് ശരിയെന്നും പാർട്ടി വിട്ടു പോകുന്നവർ തെറ്റായ വഴിയിലാണെന്നും തോമസ് ഐസക് വിമർശിച്ചു. ഐഷ പോറ്റിയുടേത് വഞ്ചനാപരമായ സമീപനമാണെന്നായിരുന്നു മന്ത്രി VN വാസവൻ്റെ പ്രതികരണം. 3 പതിറ്റാണ്ടുകാലം CPMനൊപ്പം നിന്ന ഐഷ പോറ്റി ഇന്നലെയാണ് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൻ്റെ പ്രതിഷേധ പരിപാടിയിൽ വച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺഗ്രസിൻ്റെ ഷോൾ അണിയിച്ച് ഐഷ പോറ്റിയെ സ്വീകരിക്കുകയായിരുന്നു. 3 തവണ കൊട്ടാരക്കര MLA ആയിരുന്നു ഐഷ പോറ്റി. ഐഷ പോറ്റിക്ക് പാർട്ടി അവസരങ്ങൾ നൽകിയില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി വിമർശിച്ചിരുന്നു. 3 തവണ MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാക്കി. അവഗണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഐഷയുടെ തീരുമാനം മതിപ്പുണ്ടാക്കുന്നതല്ലെന്നും പരാതികൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കാമായിരുന്നെന്നും MA ബേബി ഇന്ന് പ്രതികരിച്ചിരുന്നു. CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയും ഐഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. അധികാരമില്ലാത്തപ്പോൾ ഒഴിഞ്ഞുമാറുന്നത് പാർട്ടി പ്രവർത്തകയ്ക്ക് ചേർന്നതല്ല. ഇങ്ങനെയായിരുന്നു CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം.